എന്താ തങ്കച്ചേട്ടത്തിന് മുഖമല്ലായിരിക്കുന്നേ? തങ്കച്ചേട്ടിയോട് നിനക്ക് സ്നേഹമല്ലേ? ഈ കുടുംബത്തിനോട് സ്നേഹമില്ലേ? ഈ കുടുംബത്തിന് വേണ്ടി നീ എന്തും ചെയ്യൂലേ? എന്താ ഇരിക്കേ. ഇരുന്നോ. നീ തങ്കച്ചേട്ടത്തിനൊന്ന് സഹായിക്കണം. എനിക്കൊരു അബദ്ധം പറ്റി ചെറുത്ത. എന്താ ചേട്ടത്തി? സത്യത്തില് അംബാസിഡറേ അമ്മാവൻ എനിക്കും ഇഷ്ടമല്ല. അമ്മാവൻ ശരിയല്ല. കാരണം അംബാസിഡർ എടുക്കാൻ വേണ്ടിയിട്ട് കനകനെയും കൂട്ടി പോയല്ലോ. സ്വപ്നം കണ്ടത് സത്യം. ഞാൻ മനസ്സിലായി. പക്ഷെ അമ്മാവനോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മാവനിവിടെ വന്നു. ക്ലീറ്റോ അല്ല അംബാസിഡർ മേടിക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു. അപ്പം ഞാൻ ക്ലീറ്റോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അമ്മാവൻ പറഞ്ഞു അമ്മാവന് ക്ലീറ്റോനെ വേണ്ടെന്ന്. എന്താ കാര്യം? ക്ലീറ്റോനെ കൊണ്ടുപോയി എല്ലാം ചളവളം ആവുമെന്ന് പറഞ്ഞു. ഓ പക്ഷെ അത് ക്ലീറ്റോ അറിഞ്ഞാൽ വിഷമാവില്ലേ? അതുകൊണ്ട് ക്ലീറ്റോനോട് പറയണ്ട. പക്ഷെ ഈ കഥ ഞാൻ ലില്ലിനോട് പറഞ്ഞപ്പോൾ ക്ലീറ്റോ അത് വിളിച്ചു നിന്ന് കേട്ടു. ഇനിയിപ്പോ ഇവിടെ വന്ന എല്ലാം ചവിട്ടി തരിപ്പണാക്കും. ഉറപ്പായിട്ടും. ഒന്നാതെ അമ്മാവൻ വിളിക്കാത്തന്നെ ദേഷ്യം. അത് ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് ശരിയാക്കിയതായിരുന്നു. ഇത് പറഞ്ഞു വെച്ചിട്ട് ചതിച്ചു എന്ന് പറയത്തില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും റൊണാൾഡോ? എനിക്ക് തലയിൽ ട്രെയിൻ ഓടുന്നു. എന്തെങ്കിലും ഒരു വഴി നീ പറഞ്ഞതാ. വഴി എന്ന് പറയുമ്പം ഒരു മാർഗമുണ്ട്. എന്താ? പാർട്ടിയുടെ എന്തോ ആവശ്യത്തിന് 3000 രൂപ കടം ചോദിച്ചില്ലേ? അതിന് ഇതാ കുഴപ്പം. പറയുമ്പോ ചാടാറ്. 3000 രൂപ ഇതും തമ്മിൽ എന്തോന്ന് ബന്ധം? നീ വഴി പറഞ്ഞാലും പറയാം ഉടനെ പൈസയിലോട്ട് കയറണം എന്തിനാ? അമ്മാവൻ ചതിച്ചതിനെക്കാട്ടിലും വലിയ ചതി നിങ്ങൾ ചെയ്തെന്നും പറഞ്ഞ് മനസ്സിൽ ദേഷ്യം കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ ഈ 3000 രൂപ എടുത്തങ്ങ് പോക്കറ്റ് വെച്ച് കൊടുക്കണം. പൈസ കിട്ടിയ സന്തോഷത്തിൽ മറ്റേ ഭൂകമ്പ താനേ അലിഞ്ഞില്ലാതാവും. അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലാതെ അങ്ങനെ. എന്നാലും 3000 രൂപ ഒരു കാര്യം ചെയ്യും, കൊടുക്കണ്ട. ക്ലീറ്റോ മച്ചമ്പയുടെ വായിരിക്കുന്ന മുഴുവനും കേട്ടു. പണ്ട് കുറേ പേര് വിചാരിച്ചു, എന്നിട്ട് നടന്നില്ല എന്നെ ഒതുക്കാൻ. ഇപ്പോൾ കുറേ പുതിയ ആൾക്കാർ വന്നേക്കാം. ക്ലീറ്റോ എന്നോട് പോകാൻ നേരത്തെ ഒരു 3000 രൂപ ചോദിച്ചില്ലേ തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞിട്ട്? അതുകൊണ്ട് എനിക്കത് തരാതിരുന്നപ്പം മുതൽ ഭയങ്കര വിഷമം. ക്ലീറ്റോ മച്ചമ്പ ഇവിടുന്ന് പോയതിനു ശേഷം എന്റെ ക്ലീറ്റോയ്ക്ക് പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞ ഒരേ നിലവിളി. ഈ അടുത്തിടെ നിന്ന് തങ്കച്ചേട്ടത്തി ഇത്ര വിഷമം ഞാൻ കണ്ടില്ല. ക്ലീറ്റോന് എന്തോ ഒരു വിഷമം പോലെ. എന്നിട്ട് വിഷമമുണ്ട്. ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ നമ്മളോട് ചെയ്യണത് ഓർക്കുമ്പോൾ വിഷമം തന്നെയാണ്. പാർട്ടി മീറ്റിങ്ങിന് പോയിട്ടുണ്ടായി എന്നെ തരം താഴ്ത്തണമെന്ന് പവിഴപ്പറ്റ് ബിജുവും മറ്റേ കല്ലാമ സതീശനും കൂടി സമ്മേളനത്തിന് നിന്നിട്ട് പറയുക എന്നെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തണമെന്ന്. അവനൊക്കെ ഇന്നലെ മുളച്ചവന്മാരാണ് പാർട്ടിയിൽ. ഞാൻ അതുപോലെ അല്ല. ഇതിന്റെ കാര്യമാണോ പറഞ്ഞേ? അല്ലാതെ അമ്മാവനോട് എന്നോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞല്ലേ? അമ്മാവനോട് എന്ത് ദേഷ്യപ്പെടണം? ആ പാവം എന്തറിഞ്ഞു ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? അല്ലേ യവന്മാരൊക്കെ എന്താണ് വിചാരിച്ചു വെച്ചേക്കണെന്നുള്ളത്. ക്ലീറ്റോ എനിക്കൊരു ചെറിയ ഓർമ്മ പെശക പറ്റിപ്പോയി. എന്താണ് ഇത്? ചിട്ടിപ്പൈസയൊക്കെ ഉള്ളതായിരുന്നു, അത് മറന്നുപോയി ഞാൻ. ചിട്ടിപ്പൈസ അല്ല, ഇത് മച്ചമ്പിക്ക് കൊടുക്കാൻ പറ്റിരുന്ന പൈസ അല്ലേ? അത് വേറെ പൈസ വരുമ്പോ കൊടുക്കാം. മച്ചമ്പി രാവിലെ ഒരു 3000 രൂപ ആവശ്യം പറഞ്ഞില്ലേ? അതെനിക്ക് അൻസാർ തന്നു. അതുകൊണ്ട് എൻ്റെ കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിലും കാര്യമൊന്നുമില്ല. തീറ്റ ചേട്ടാ, ഓ ചേച്ചിയോടുള്ള ദേഷ്യമൊക്കെ മാറിയാ? ഓ അല്ല തന്നെ ചേച്ചി എന്ത് ചെയ്യാനാ? അമ്മാവനല്ലേ പറഞ്ഞ വന്ന കൊളവ. എന്താ ഒരു കാര്യം, ആശുപത്രി പോവാ. നിനക്ക് പല്ല് കണ്ടെങ്കിൽ ലില്ലി ആശുപത്രി പോയിട്ട് കാര്യമുണ്ടോ? നീ ആശുപത്രി റെഡിയാവും. അല്ല ലില്ലി കൊണ്ടോന്ന് കിടത്തേ മതി. കുഴപ്പമുണ്ടോ? എന്താ പെട്ടെന്ന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ ഇല്ല. ആ